ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുമാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേൾക്കുമ്പോൾ യേശുനാഥൻ തൻ്റെ പരസ്യജീവിത പ്രവർത്തനം ആരംഭിക്കുന്നതാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇന്നത്തെ സുവിശേഷം ഏറെ പ്രത്യേകിച്ച് ഈ പുതുവത്സര കാലഘട്ടത്തിൽ വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു ഭാഗമാണ്. കാരണം കൃപയുടെ വാതിലുകൾ മനുഷ്യന്മാരെ എത്ര അടച്ചു കളഞ്ഞാലും ദൈവം അത് പുതിയ രീതിയിൽ തുറക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവത്തെ മുറുകെ പിടിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം കാണിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം, യോഹന്നാൻ ബന്ധനസ്ഥനാവുകയാണ്. യോഹന്നാൻ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ഇടപെടലുകളും ഒക്കെ ലോകത്തിന് മുമ്പിലേക്ക് വിളിച്ചു പറയാൻ വന്ന പ്രത്യാശയുടെ ഒരു വാതിലായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടിയത് പാപങ്ങളിൽ നിന്ന് മോചനം നേടി പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി നന്മകൾ കൈവരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ യോഹന്നാനെ ബന്ധനസ്ഥനാക്കുകയാണ്. അന്നുണ്ടായിരുന്ന ആൾക്കൂട്ടം, അന്നുണ്ടായിരുന്ന അധികാരികൾ, അന്നുണ്ടായിരുന്ന പുരോഹിതർ, അന്നുണ്ടായിരുന്ന രാജാക്കന്മാർ യോഹന്നാനെ അടച്ചു കളയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ യോഹന്നാൻ അടഞ്ഞു പോകുമ്പോൾ ദൈവം പുതിയൊരു വഴി തുറക്കുകയാണ്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, യോഹന്നാൻ എന്ന പ്രവാചകൻ അവൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാനായി പാടുപെടുമ്പോൾ മറ്റു മനുഷ്യർ അവനെ അടച്ചു കളയുകയാണ്. പക്ഷേ ദൈവമാകട്ടെ പുതിയ വഴി തുറക്കുന്നത് ദൈവം തന്നെ ഇടപെട്ടുകൊണ്ടാണ്. യോഹന്നാനെ ബന്ധനസ്ഥനാക്കുമ്പോൾ ദൈവം തന്നെ കൃപയുടെ വഴികൾ തുറക്കുകയാണ്. ഈശോ തന്നെയാണ് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് പോയി അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കുകയും അത്ഭുതങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു വഴി അടയുമ്പോൾ ദൈവം തന്നെ ഒരു വഴിയായി തുറക്കുന്നു എന്ന് ഇന്നത്തെ ഈ സുവിശേഷം നമുക്ക് പ്രത്യാശ നൽകുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പ്രത്യാശയും അതാണ്. ഏതൊക്കെ വഴികൾ അടഞ്ഞാലും ദൈവം മറ്റൊരു വഴി തുറക്കും. ദൈവം തന്നെ ഒരു വഴിയായി നമുക്ക് മുമ്പിലേക്ക് തുറന്നു വരും എന്നുള്ള വളരെ പ്രത്യാശപൂർവമായ ഒരു അനുഗ്രഹം ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടുകയാണ്. ഒപ്പം സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ യോഹന്നാനെ ബന്ധനസ്ഥനാക്കിയതുപോലെ നമ്മളും ചില മനുഷ്യരുടെ കൃപകളൊക്കെ അടച്ചു കളയുന്ന മനുഷ്യരായി മാറുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തെ പോലെ മനുഷ്യർക്ക് കൃപകളുടെ വഴികൾ തുറന്നു കൊടുക്കുന്ന മനുഷ്യരെ മാറണം. സ്നേഹത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുന്ന മനുഷ്യരെ മാറണം. എല്ലാവരും അനുഗ്രഹിക്കുന്ന, ഏതൊക്കെ വഴികൾ അടഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന മനുഷ്യരായി നമ്മളും മാറണം. അപ്പോൾ നമ്മളും ഈശോയുടെ സ്വഭാവമുള്ള മനുഷ്യരായി മാറും. അപ്പോൾ നമ്മുടെ ജീവിത വഴികളും ദൈവം തന്നെ തുറന്നു തരുന്ന ഒരു അനുഗ്രഹമായി മാറും. അപ്പോൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ പ്രത്യാശയുള്ള മനുഷ്യരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റു മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അതിന് നമ്മെ സഹായിക്കട്ടെ.